സന്തോഷം ഒത്തിരി ഉള്ളവർ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇച്ചിരി ദുഃഖത്തിലും വിഷമത്തിലും ഒക്കെയാണ് കടന്നു വന്നിരിക്കുന്ന മക്കള്. അവർ ഇച്ചിരി കൂടെ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട ഈശോ ഇന്ന് എന്റെ ജീവിതത്തിലെ കെട്ടുകള് ദുഃഖങ്ങളൊക്കെ പൊട്ടിച്ചു കളയുമെന്ന് ഉറച്ച വിശ്വാസമുള്ള മക്കള് കരങ്ങൾ ഉയർത്തി ഒരു 3 ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊരു കുറച്ച് സമയം ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ വചനം കേൾക്കാനായിട്ട് പോവുകയാണ്. ഈ സമയം നമ്മുടെ മനസ്സിനെയും ശരീരത്തെ എല്ലാം നമുക്കൊന്ന് ഒരുക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: വിശുദ്ധ ലിഖിതമോ കർത്താവിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷത്തില് 24-ാം അധ്യായം 45-ാമത്തെ വചനത്തില് ഇങ്ങനെ ദൈവവചനം പറയുന്നു: വിശുദ്ധ ലിഖിതം ഗ്രഹിക്കുവാൻ തക്കവിധം അവൻ അവരുടെ മനസ്സ് തുറന്നു. പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്ന് ദൈവസന്നിധിയിലേക്ക് ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. സഹോദരങ്ങളെ എല്ലാവരും നല്ല ശക്തമായിട്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരു 10 പേര് കേൾക്കാൻ പാകത്തിന് ഉറക്കെ ഒന്ന് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചേ. കർത്താവേ, എന്റെ ഹൃദയം ഇന്ന് ഇവിടെ നിന്ന് പ്രസംഗിക്കപ്പെടുന്ന ഓരോ വചനവും സ്വീകരിക്കാൻ തക്കവിധം, ഓരോ വചനവും എന്റെ ജീവിതത്തില് മാംസം ധരിക്കാൻ തക്കവിധം കർത്താവെ എന്റെ ഹൃദയത്തെ, എന്റെ ശരീരത്തെ, എന്റെ മനസ്സിനെ കർത്താവെ അങ്ങ് ഒരുക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. എന്റെ ഹൃദയത്തെ തുറക്കണമേ പരിശുദ്ധാത്മാവേ. ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന ഓരോ വചനവും എന്റെ ജീവിതത്തില് മാംസം ധരിക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. വിളിച്ച് പ്രാർത്ഥിച്ചേ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു പരിശുദ്ധാത്മാവേ. നിന്നെ ഞാൻ തേടുന്നു. ഓ പരിശുദ്ധാത്മാവേ, തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. നിന്നെ ഞാൻ തേടുന്നു. ഓ പരിശുദ്ധാത്മാവേ, തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ, ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹത്തോടെ ഒന്നുകൂടെ പാടിക്കേ. ആത്മാവാം ദൈവമേ വരണമേ. ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഒരിക്കൽ കൂടി ഒന്ന് പാടുന്നു. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു പരിശുദ്ധാത്മാവേ. വലിയ ആഗ്രഹത്തോടെ പാടിക്കേ. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. നിന്നെ ഞാൻ തേടുന്നു. പരിശുദ്ധാത്മാവേ, ശക്തിയായി നിറയണേ പരിശുദ്ധാത്മാവേ. തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ, ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. റബ 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 റബ.
ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തുതിക്കുന്നു 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 പരിശുദ്ധാത്മാവേ ആരാധന 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 ബര 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 കണ്ണുകൾ അടയ്ക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരങ്ങൾ നെഞ്ചോടൊന്ന് ചേർത്ത് വെക്കാം. കർത്താവേ, വചനത്തിന്റെ വലിയൊരു നിറവ് ഞങ്ങൾക്ക് തരണമേ എന്ന് ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ പ്രിയപ്പെട്ട പരിശുദ്ധ മാതാവ് വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: ഒരു വ്യക്തിയുടെ ഹൃദയത്തില് പരിശുദ്ധ മാതാവിനോടുള്ള ഡിവോഷൻസ് കാണുമ്പോൾ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിലേക്ക് പറന്നെടുക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ പ്രിയ മണവാട്ടിയായ പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥതയിലേക്ക് നമ്മളെ ചേർത്ത് വെക്കാം. ഇപ്പോൾ ഈ 1 മണിക്കൂറത്തെ ശുശ്രൂഷയിൽ പ്രിയപ്പെട്ട മാതാവേ, ഞങ്ങൾക്ക് വലിയ പ്രത്യാശയും സ്നേഹവും വിശ്വാസവും വർദ്ധിപ്പിച്ചു തരണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ ഡിവൈൻ വെർച്യൂസിന്റെ ഒരു പങ്ക് ഞങ്ങളിലും നിറച്ചു തരണമേ എന്ന് ആഗ്രഹിച്ച് ഉറക്കെ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇരിക്കാം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്. എത്ര പേര് നിങ്ങൾ ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ട്? കൈപൊക്കാവോ? വലിയ കുഴപ്പമില്ല. ഈ സൈഡിലിരിക്കുന്ന കുറേ പേരുടെ കയ്യിലുണ്ട്, ഈ സൈഡിലിരിക്കുന്ന കുറേ പേരുടെ കയ്യിലില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യമുണ്ടല്ലോ. ഇങ്ങനെ നമ്മൾ ധ്യാനത്തിനൊക്കെ വരുമ്പോൾ നമുക്കൊരു ബാഗ് വേണം. അതിൻ്റെ അകത്ത് നമ്മുടെ ബൈബിൾ വേണം. ഹല്ലേലൂയ. ഒരു ബൈബിള്, ഒരു നോട്ട് ബുക്കൊക്കെ, ഒരു പേനയൊക്കെ ആയിട്ട് നമ്മൾ ധ്യാനം കൂടാനായിട്ട് വരണം. ഞാൻ പ്രത്യേകിച്ച് കുട്ടികളുടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് കുട്ടികളോട് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ബൈബിൾ കൊണ്ടുവരണം, നോട്ട് ബുക്ക് കൊണ്ടുവരണം, പേന കൊണ്ടുവരണം, എല്ലാം എഴുതിയെടുത്ത് നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്നത്തെ ശുശ്രൂഷ ഞാനൊരു കഥയോട് കൂടിയാണ് ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമുണ്ടോ? എല്ലാവരും ഉറങ്ങുവാണോ? ഉറങ്ങാത്തവരൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉറങ്ങുന്നവരൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഉറങ്ങുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കഥ കേൾക്കാം. കഥ കേൾക്കുമ്പോൾ നിങ്ങൾ ഉറങ്ങിപ്പോകരുത്. ഒരു കുടുംബം ഒരു ദേശത്ത് നിന്ന് വേറൊരു ദേശത്തേക്ക് കുറച്ച് ഉന്നതിക്ക് വേണ്ടിയിട്ട് വരുവാണ്. മനസ്സിലായോ? ഒരു കുടുംബം ഒരു ദേശത്ത് നിന്ന് വേറൊരു ദേശത്തേക്ക് ജോലി ചെയ്യണം, മക്കളെ നന്നായിട്ട് വളർത്തണം, കുറേയൊക്കെ സമ്പത്ത് ഉണ്ടാകണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹത്തിൽ ഒരു കുടുംബം വരുവാണ്. അപ്പോൾ ആ കുടുംബം വേറൊരു ദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് ആ ദേശത്ത് താമസം തുടങ്ങി. പക്ഷേങ്കിൽ ആ കുടുംബത്തിൽ ഇങ്ങനെയായിരുന്നു: പള്ളി പോകും, കുറച്ചൊക്കെ വചനം വായിക്കും, കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ചെറിയൊരു ലൂക്ക്വാം പോലെ ജീവിക്കുന്ന ഒരവസ്ഥയിൽ ഉള്ള ഒരു കുടുംബം. പക്ഷേങ്കിൽ ആ കുടുംബത്തിൽ പെട്ടെന്നൊരു കാര്യം സംഭവിച്ചു. എന്താണെന്നറിയാവോ? ആ കുടുംബത്തിലെ 3ാമത്തെ കുഞ്ഞ് പെട്ടെന്ന് അങ്ങ് മരിച്ചുപോയി. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ ആ കുടുംബത്തിൽ വലിയൊരു തകർച്ച അനുഭവപ്പെട്ടു. അതായത് ഏറ്റവും സ്നേഹിച്ചിരുന്ന ഒരു കുഞ്ഞ് പെട്ടെന്ന് അങ്ങ് മരിച്ചുപോയി. അപ്പോൾ ആ കുടുംബത്തിൽ അമ്മയ്ക്ക് ഭയങ്കരമായിട്ടൊരു വിഷമായി. ആ അമ്മയും ഇങ്ങനെ തീരുമാനിച്ചു, എനിക്കും ഇനി ജീവിക്കേണ്ട, ഒന്ന് മരിച്ചാൽ മതിയെന്ന്. അപ്പോൾ ആ അമ്മയും തീരുമാനിച്ചു മരണത്തിലേക്ക് പോകണമെന്നുള്ള ഒരു ചിന്തയിലേക്ക് ആ അമ്മയും വന്നു. പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ അമ്മ ചിന്തിച്ചു, എന്നാൽ ഒന്ന് ആത്മഹത്യ ചെയ്തേക്കാം, ഒന്ന് ജീവിതം അവസാനിപ്പിച്ചേക്കാം. അപ്പോൾ കുഞ്ഞിൻ്റെ കൂടെ ഒരു ഗ്രേവിൽ ഉറങ്ങി അങ്ങ് പോവാലോ എന്നുള്ള ഒരു ചിന്ത അമ്മയിൽ വന്നു. അപ്പോൾ ആ അമ്മ അങ്ങനെയൊക്കെ ഒന്ന് മനസ്സിൽ ചിന്തിച്ചു. ആ സമയത്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അമ്മയ്ക്ക് ഈശോയുടെ വലിയൊരു എൻകൗണ്ടർ ഉണ്ടാവുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ ആ അമ്മയോട് ഈശോ പറഞ്ഞു, നിന്റെ കുഞ്ഞ് എൻ്റെ കയ്യിലാണ്, അതുകൊണ്ട് നീ എഴുന്നേറ്റ് വചനം പ്രസംഗിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെ ആ അമ്മ കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് വചനം പ്രസംഗിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അമ്മയും കുടുംബവും കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് നിയമിക്കപ്പെട്ടു. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു അമ്മയാണ് ഞാൻ. പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൻ്റെ കഥയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് പറഞ്ഞത്.
ഞാൻ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ആലോചന ചോദിച്ചപ്പോൾ കർത്താവ് എന്നോട് നിങ്ങളോട് സംസാരിക്കാനായിട്ട് പറഞ്ഞ വിഷയം എന്നാണെന്നറിയാവോ? നിത്യതയെ പറ്റിയാണ്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ശരിക്കും ഉള്ളിൽ നിന്ന് സ്വർഗമുണ്ട്, ശുദ്ധീകരണ സ്ഥലമുണ്ട്, നരകം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന മക്കളൊന്ന് കൈവക്കിക്കേ. ഇവിടെ ഇരിക്കുന്ന ഏതാണ്ട് ആൾക്കാർ മൊത്തം തന്നെ വിശ്വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ട്, ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉണ്ട്. പക്ഷേങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങളുടെ പൗരത്വം എവിടെയാണ്? സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. നമ്മളുടെ ജീവിതം, ഈ ഭൂമിയിലുള്ള ജീവിതം ഒരു ടെമ്പററി ലൈഫാണ്. ഒരു ഇങ്ങനെ കഴിഞ്ഞൊടിക്കുമ്പോൾ തീരുന്ന ഒരു ജീവിതമാണ് നമ്മളുടെ ഈ ലോക ജീവിതം. പക്ഷെ നമ്മൾ കാത്തിരിക്കുന്ന വലിയൊരു ജീവിതമുണ്ട്, ഒരു പൗരത്വമുണ്ട്. അതാണ് സ്വർഗത്തിൽ നമ്മൾക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന പൗരത്വം. ഹല്ലേലൂയ. നമ്മൾ വചനം കാണാം. ഫിലിപ്പിയരുടെ ലേഖനം എടുക്കാം. ഫിലിപ്പിയരുടെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 21 വരെയുള്ള വചനങ്ങൾ നമ്മളൊന്ന് കാണുകയാണ്. ഫിലിപ്പിയരുടെ ലേഖനം 3-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വചനങ്ങൾ, 20 വരെയുള്ള വചനങ്ങൾ എല്ലാവരുടെ ചേർന്ന് സ്ക്രീനിൽ വചനം വരുന്നുണ്ട്. വചനം വരുമ്പോൾ നിങ്ങൾ ശക്തിയോടെ വചനം വായിക്കണം, ഉറക്കം നിങ്ങൾ വായിക്കണം. അപ്പോൾ നിങ്ങളുടെ ഉറക്കം എല്ലാം വിട്ടുപോകും. വലിയ ശക്തമായിട്ടുള്ള വിടുതലും സൗഖ്യവും ഈ സമയത്ത് സംഭവിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരുടെ ഒന്നിച്ചൊന്ന് വായിച്ചേ. എന്നാൽ നാം കാത്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ ഫിലിപ്പിയരുടെ ലേഖനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, അവിടെ നിന്ന് ഒരു രക്ഷകനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ മധ്യസ്ഥം പ്രാർത്ഥിച്ചപ്പോൾ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ അങ്ങ് പ്രാർത്ഥിച്ചു. അപ്പോൾ അതിലിരുന്ന ഒരു വ്യക്തി, ഒരു ചെറുപ്പക്കാരനാണ്. അവന് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി എവിടെയാണ് ഈ സ്വർഗവും ശുദ്ധീകരണ സ്ഥലമൊക്കെ ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്? ഇങ്ങനെയൊക്കെ വല്ലതും ഉണ്ടോ? ഇങ്ങനെയൊക്കെ വല്ലതും ഉണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കത്തോലിക്ക സഭയിൽ ക്രിസ്ത്യാനികളായിട്ടൊക്കെ ജനിച്ചു വളർന്ന നമ്മുടെ ഉള്ളിലും ഉള്ളൊരു സംശയമാണ്, ഈ ലോക ജീവിതം കഴിഞ്ഞു കഴിയുമ്പോൾ എന്തെങ്കിലും ഉണ്ടോ? ബൈബിളിൽ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എവിടെയാണ് ശുദ്ധീകരണ സ്ഥലത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്? എവിടെയാണ് നരകത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്? എവിടെയാണ് സ്വർഗത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്? ആ ഒരു വിശ്വാസമോ ഒരു ചിന്തയില്ലാത്ത അനേകം മക്കള് ഈ ഭൂമിയിലുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾക്ക് ഉറച്ച വിശ്വാസം വേണം. ഈ ലോക ജീവിതം എന്ന് പറയുന്നത് ഞൊടിയിടയിൽ തീരുന്നതാണ്. അത് കഴിയുമ്പോൾ നമ്മൾക്ക് പോകാനായിട്ട് നിത്യമായിട്ടുള്ള ഒരു ജീവിതം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അതാണ് സ്വർഗരാജ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളുടെ ഒരു വലിയൊരു എയിം എന്ന് പറയുന്നത് തന്നെ എങ്ങനെയാണെങ്കിലും നമ്മൾ സ്വർഗത്തിൽ എത്തിപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വചനത്തിലൂടെ ഒന്ന് പോവാം. ബൈബിൾ അടിസ്ഥാനത്തിലും സഭയുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലും നമ്മൾ കുറച്ച് സമയം നോക്കുകയാണ് എവിടെയാണ് സ്വർഗരാജ്യത്തെ പറ്റി, ശുദ്ധീകരണ സ്ഥലത്തെ പറ്റി, നരകത്തെ പറ്റി ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മളിപ്പോൾ ഒന്ന് നോക്കാൻ പോവുകയാണ്. നമുക്കെടുക്കാം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 31 തൊട്ടുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാം അവസാന വിധിയെ പറ്റി കർത്താവ് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? തനത് വിധിയുണ്ട്, അന്ത്യവിധിയുണ്ട്. ഇതെല്ലാം വിശ്വസിക്കുന്നുണ്ടോ സഹോദരങ്ങളെ? വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അതിൽ എങ്ങനെയാണ് പറയുന്നത്? മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 31 തൊട്ട് 34 വരെയുള്ള വചനങ്ങൾ ഒന്ന് വായിച്ചേ ഉറക്കെ. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടുകൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. എന്നിട്ട് മുന്നോട്ട് വായിക്കുമ്പോൾ എന്താണ് കാണുന്നത്? അവൻ്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും. അനന്തരം രാജാവ് തൻ്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും,
എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ബൈബിൾ വേഴ്സ് ഒന്നുകൂടെ കാണിച്ചോ, ബൈബിൾ വേഴ്സ് ഒന്നുകൂടെ കാണിച്ചോ. ഇങ്ങനെയാണ് പറയുന്നത്, ലോകസ്ഥാപനം മുതൽ എനിക്കും നിങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടിയിട്ട് കർത്താവ് സജ്ജമാക്കിയിരിക്കുന്ന ഒരു ഭവനമുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഒരു ഭവനമുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടെ ഒന്ന് ജീവിച്ച് ഈ ജീവിതം കഴിഞ്ഞു പോകാനല്ല കർത്താവ് നമ്മളെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. എന്തിനാണ് കർത്താവ് നമ്മളെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്? കർത്താവിന് പ്രീതികരമായ ജീവിതം നയിച്ച് സ്വർഗരാജ്യം കരസ്ഥമാക്കണം. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സോ കർത്താവിന്റെ വചനം പറയുവാണ് 25:34 എന്താണ് പറയുന്നത്? ലോകസ്ഥാപനം മുതൽ, വായിച്ചേ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. അതിനു മുമ്പ് കർത്താവ് ഒന്ന് തിരിക്കുന്നുണ്ട്. കണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കോലാടുകളെയും ചെമ്മരിയാടുകളെയും തിരിക്കുന്നത് പോലെ ഒരു തിരിക്കലുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അത് നമ്മൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു വചനമുണ്ടല്ലോ, ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ ജീവിതാന്ത്യത്തെ പറ്റി ചിന്തിക്കണം. ഹല്ലേലൂയ. ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ ജീവിതാന്ത്യത്തെ പറ്റി ചിന്തിക്കണം. കാരണം ഇങ്ങനെ വേർതിരിക്കുന്ന ഒരു ദിവസം ആസന്നമായിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ഫൈറ്റ് ചെയ്യാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഈ ലോകത്തിലെ അന്ധകാര ശക്തികളോട് നമ്മൾ യുദ്ധം ചെയ്ത് സ്വർഗം നമ്മൾ കരസ്ഥമാക്കണം. ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയാണ്, വിശുദ്ധ ഡൊമിനിക് സാവിയോ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും വിശുദ്ധ ഡൊമിനിക് സാവിയോ. വിശുദ്ധ ഡൊമിനിക് സാവിയോ കുഞ്ഞു പ്രായം മുതൽ അവന് ഈശോയുടെ കാര്യത്തിൽ ഭയങ്കര താല്പര്യം. ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞപ്പോൾ തുടങ്ങി അവൻ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നതെന്നറിയാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ? പള്ളിയിൽ അച്ഛൻ വരുന്നതിന് മുമ്പ് 15 മിനിറ്റ് മുമ്പ് അവൻ പള്ളിയുടെ വാതിൽക്ക് പോയി നിൽക്കും. എന്നിട്ട് അവന് അച്ഛൻ വരുന്നത് നോക്കി വെയിറ്റ് ചെയ്യും. അച്ഛൻ വന്ന് കുർബാന കഴിഞ്ഞ് അവന് കുർബാന സ്വീകരിച്ചിട്ട് വീട്ടിലോട്ട് മടങ്ങുന്നു. ആ വീട്ടിലോട്ട് മടങ്ങുന്ന വഴിയിൽ ആരെങ്കിലും ഈശോയെ പറ്റി അല്ലെങ്കിൽ ഈശോയുടെ നാമം വൃഥാ പറയുന്നുണ്ടെങ്കിൽ അവൻ അവിടെ മാറി നിന്ന് മുട്ടുകുത്തിയിട്ട് ഈശോയുടെ നാമത്തിന് ഒത്തിരി പുകഴ്ച കൊടുക്കുമായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ ചെറിയ കുട്ടി. പക്ഷേങ്കിൽ അവന് പെട്ടെന്ന് അസുഖം ബാധിച്ചു. എന്നിട്ട് അവൻ ജോൺ ബോസ്കോയുടെ ഒറാട്ടറിയിൽ ഒരു കുട്ടിയായിട്ട് അവിടെ പോയി താമസിക്കുകയാണ്. പക്ഷേങ്കിൽ അവൻ എപ്പോഴും വിശുദ്ധ ജോൺ ബോസ്കോയോട് പറയുമായിരുന്നു, പിതാവേ എനിക്കൊരു വിശുദ്ധനാകണം, പിതാവേ എനിക്കൊരു വിശുദ്ധനാകണം, എനിക്ക് സ്വർഗത്തിൽ പോകണം പിതാവേ. അപ്പൊ ജോൺ ബോസ്കോ അവനെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും, നീ വിശുദ്ധനാകും മകനെ, നീ സ്വർഗത്തിൽ പോകും. ഹല്ലേലൂയ. എന്നിട്ട് ഒരു 10-13 വയസ്സായപ്പോൾ അവൻ പെട്ടെന്ന് മരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. മരണം കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞപ്പോൾ വിശുദ്ധ ജോൺ ബോസ്കോയുടെ അടുത്ത് ഡൊമിനിക് സാവിയോ വന്നു. ഹല്ലേലൂയ. അവൻ്റെ കൂടെ കുറേ കുട്ടികളുണ്ട്. അവൻ പറഞ്ഞു, പിതാവേ ഞാൻ സ്വർഗത്തിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുഞ്ഞു കൊച്ചിന് നിത്യതയെ പറ്റിയുള്ള വലിയ അറിവുണ്ടായിരുന്നു. ആ കുഞ്ഞിന് നിത്യതയെ പറ്റിയുള്ള വലിയ അറിവുണ്ടായിരുന്നു. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നിത്യതയെ പറ്റി എന്തെങ്കിലും അറിവ് നമ്മൾ നേടുന്നുണ്ടോ? നിത്യതയെ പറ്റി നമ്മൾ കർത്താവിനോട് ചോദിക്കുന്നുണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? നമ്മുടെ മക്കളെ നമ്മൾ ഇറ്റേണിറ്റിയെ പറ്റി പഠിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സ്വർഗത്തെ പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഹല്ലേലൂയ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി വലിയൊരു ബിസിനസ്മാൻ്റെ മോനായിരുന്നു. പക്ഷെങ്കിൽ അവന് കർത്താവിൻ്റെ വലിയ എൻകൗണ്ടർ ഉണ്ടായപ്പോൾ അവന് ലോകം വെറുപ്പായിട്ട് തോന്നി. അവന് ഉടുതുണി വരെ ഉപേക്ഷിച്ചിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് അവൻ പുറപ്പെട്ടു. പല സമയങ്ങളിൽ അവന് പലതരത്തിലുള്ള ടെംപ്ടേഷൻസ് അവൻ്റെ ജീവിതത്തിൽ വന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിത ചരിത്രം വായിക്കുമ്പോൾ നമുക്കറിയാം, പല പ്രാവശ്യം അവന് പലതരത്തിലുള്ള ടെംപ്ടേഷൻസ് ഉണ്ടായി. ഒരു പ്രാവശ്യം ഭയങ്കരമായ സെക്ഷൽ ടെംപ്ടേഷൻസ് ഉണ്ടായപ്പോൾ അവൻ എന്താണ് ചെയ്തത്? റോസാമുള്ളിലേക്ക് എടുത്തു ചാടിയിട്ട് ഉരുണ്ടു. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ വിശുദ്ധൻ അങ്ങനെ ചെയ്തത്? എന്തുകൊണ്ടാണ് ആ വിശുദ്ധൻ അങ്ങനെ ചെയ്തത്? അതിൻ്റെ ഒരേ കാരണമുള്ളൂ, അവൻ നിത്യതയെക്കുറിച്ചുള്ള വലിയ അറിവ് നേടിയിരുന്നു. അപ്പോൾ ഈ ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ ലോക ജീവിതം അവന് വെറുപ്പായി തോന്നി. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ.
അതുകൊണ്ട് അവന് നിത്യതയെപ്പറ്റി കൂടുതൽ അറിഞ്ഞു. എന്നിട്ട് ഒരു പുസ്തകത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാം, അവന് ടെംപ്റ്റേഷൻസ് ഉണ്ടായി. ആ സമയത്ത് അവൻ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ? എൻ്റെ ആത്മാവിനെ ചുമക്കുന്ന കഴുതയായ ശരീരമേ, നീ വെറുതെ ഇരിക്കൂ. എത്ര മനോഹരമാണ്! എൻ്റെ ആത്മാവിനെ ചുമക്കുന്ന കഴുതയായ ശരീരമേ, നീ വെറുതെ ഇരിക്കൂ. അങ്ങനെയാണ് ഫ്രാൻസിസ് അൻസി പറഞ്ഞത്. എന്താണത്? റോമക്കാരുടെ ലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നില്ലേ? എന്താണ്? ജഡത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കണം. ഹല്ലേലൂയ! ജഡത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിച്ച് സ്വർഗരാജ്യം മാത്രം ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ! ഹല്ലേലൂയ! കുരിശിനെ നോക്കി നമ്മൾ യാത്ര ചെയ്യണം. ഞാൻ ചെറുതായിരുന്നപ്പോൾ എൻ്റെ മമ്മി പറഞ്ഞു തന്ന ഒരു കഥ എനിക്കിപ്പോൾ മനസ്സിൽ വരുവാണ്. എൻ്റെ മമ്മി, നമ്മുടെ അമ്മമാരൊക്കെ പല കഥകൾ പറഞ്ഞു തരും അല്ലേ? പക്ഷേങ്കിൽ നമ്മൾ പലതും മറന്നുപോകും. പക്ഷേ ഈ കഥ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറന്നിട്ടില്ല. ഒരു ഹിന്ദു പെൺകുട്ടി, അവൾക്ക് ഒരാളൊരു ബൈബിൾ കൊടുത്തു. അപ്പോൾ ആ ബൈബിൾ കൊടുത്തപ്പോൾ അവൾ ആ ബൈബിൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് വായിക്കാൻ തുടങ്ങി. അപ്പോൾ അവളുടെ മാതാപിതാക്കൾ ഹിന്ദുക്കളാണ്, ഇവളും ഹിന്ദുവാണ്. അന്നേരപ്പത്തേനും എന്താ ചെയ്തത്? ഈ ബൈബിൾ നീ വീട്ടിൽ കയറ്റി വായിക്കരുത്. അവളെ ഭയങ്കരമായിട്ട് അവളെ ദുഷിച്ചു പറഞ്ഞു, അടിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് അവസാനം അവരെന്ത് ചെയ്തെന്നറിയാവോ? ഈ ബൈബിൾ എടുത്തിട്ട് ഒറ്റ ഏറ് കൊടുത്തു. ആ മുറ്റത്തോട്ട് ബൈബിൾ ഒരു ഏറ് കൊടുത്തു. ഈ കുട്ടി എന്താ ചെയ്തതെന്നറിയാവോ സഹോദരങ്ങളെ? ഓടിച്ചെന്ന് അവള് ആ ബൈബിൾ എടുത്തിട്ട് ബൈബിൾ അടച്ചു വെച്ച് അതിലെ പൊടിയെല്ലാം നീക്കി കളഞ്ഞിട്ട് അവള് നെഞ്ചോട് ബൈബിൾ ചേർത്ത് വെച്ചു. എന്നിട്ട് അവളൊരു പാടത്തിൻ്റെ ഇക്കരെ കരയിലാണ് അവർ ജീവിച്ചിരുന്നത്. പക്ഷെ ആ പാടത്തിൻ്റെ അക്കരെ കരയിൽ വലിയൊരു കുരിശുണ്ടായിരുന്നു. ആ കുരിശിലേക്ക് നോക്കിയിട്ട് ആ ബൈബിള് മാറോട് ചേർത്ത് വെച്ചിട്ട് അവള് ഒരു പാട്ട് പാടി ഇങ്ങനെ അങ്ങ് പോവുകയാണ്. എന്താണെന്നറിയാവോ അവൾ പാടിയത്? യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, ജീവൻ വെച്ചിടും ഞാൻ എൻ്റെ രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ഹല്ലേലൂയ! ഹല്ലേലൂയ! മക്കളെ, വേറൊരു റിലീജിയനിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടിയാണ്. ഈശോയുടെ വചനം അവൾക്ക് അത്രമാത്രം മധുരമായിരുന്നു. ആ വചനത്തെ എടുത്തെറിഞ്ഞപ്പോൾ ഈശോയെ തന്നെ നിന്ദിച്ചതായിട്ട് അവൾക്ക് തോന്നി. അവൾ ആ ബൈബിൾ എടുത്തുകൊണ്ട് അവളുടെ ഒരു വേറെ ജീവിതം തുടങ്ങുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ! അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിത്യതയെ പറ്റിയുള്ള അറിവ് നമ്മൾ ശക്തമായിട്ട് നേടണം. ദൈവവചനം വായിച്ച് വായിച്ച് നമ്മൾ പഠിക്കണം. ദൈവവചനം വായിച്ച് വായിച്ച് നമ്മൾ പഠിക്കണം. അന്നേരം നമുക്ക് കർത്താവ് നിത്യതയെക്കുറിച്ചുള്ള വലിയ അറിവ് നമുക്ക് തരും. ഹല്ലേലൂയ! ഹല്ലേലൂയ! പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടുത്തൊരു വചനം എടുത്തേ. നമുക്കറിയാം ബൈബിളിൽ പല സ്ഥലത്തും സുവിശേഷത്തിൽ, പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ പല സ്ഥലത്തും കർത്താവ് ഉപമകളായിട്ട് സ്വർഗരാജ്യത്തെ പറ്റി പറയുന്നുണ്ട്. വേറൊരു ഭാഗം നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 3 വരെയുള്ള വചനങ്ങൾ. അതിൽ നമ്മൾ കാണുന്നത് ഹെഡിങ് എങ്ങനെയാണ്? യേശു പിതാവിലേക്കുള്ള വഴി. ഈശോ പിതാവിലേക്കുള്ള വഴി. ഒന്നെടുത്ത് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ ഒന്ന് വായിച്ചേ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നോ? ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. ഹല്ലേലൂയ! ഹല്ലേലൂയ! പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ പറയുവാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുവിൻ, എന്നെ അയച്ച എൻ്റെ പിതാവിലും വിശ്വസിക്കുവിൻ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തില് കർത്താവ് അനേകം വാസസ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എനിക്കും നിങ്ങൾക്കെല്ലാമായിട്ട് കർത്താവ് അനേകം വാസസ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നമ്മളെ കർത്താവ് നമ്മൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. ഹല്ലേലൂയ! ഹല്ലേലൂയ! അപ്പോൾ സ്വർഗമുണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? സ്വർഗമുണ്ടോ? ഉണ്ട്. സ്വർഗത്തിനുള്ള വലിയ പ്രത്യാശയിൽ നമ്മൾ ജീവിക്കണം. ഇനി ഞാൻ കാണിച്ചു തരുന്ന ഒരു വചനഭാഗം ഇതാണ്. അബ്രഹത്തിന്റെ ശക്തമായിട്ടുള്ള വിശ്വാസം. നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹത്തിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടിയിട്ട് ഒരു ഭവനം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ! കാണുന്നത് ഇവിടെയാണ്. ഹെബ്രായരുടെ പുസ്തകം, ഹീബ്രു ചാപ്റ്റർ 11 വേഴ്സസ് 8 and 11, ചാപ്റ്റർ 11 വേഴ്സസ് 8 to 10, 8 തൊട്ട് 10 വരെയുള്ള വചനങ്ങൾ. ഹെബ്രായരുടെ പുസ്തകം 11-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വചനങ്ങൾ ഒന്നിച്ച് വായിച്ചേ. ഉറക്കെ വായിച്ചേ നിങ്ങൾ. വിശ്വാസം മൂലം അബ്രാഹാം
തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു. എവിടേക്കാണ് പോകേണ്ടതെന്നറിയാതെ തന്നെയാണ് അവൻ പുറപ്പെട്ടത്. വിശ്വാസത്തോടെ അവൻ വാഗ്ദത്ത ഭൂമിയിൽ വിദേശിയെ പോലെ കഴിഞ്ഞു. അതേ വാഗ്ദാനത്തിൻ്റെ അവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടുമൊത്ത് അവൻ കൂടാരങ്ങളിൽ താമസിച്ചു. ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും അടിസ്ഥാനം ഉറപ്പിച്ചതുമായ ഒരു നഗരത്തെ അവൻ പ്രതീക്ഷിച്ചിരുന്നു. ആ ഒരു ഭാഗം നിങ്ങൾ ഒന്നുകൂടെ വായിച്ചേ. ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും അടിസ്ഥാനം ഉറപ്പിച്ചതുമായ ഒരു നഗരത്തെ അവൻ പ്രതീക്ഷിച്ചിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പ്രവാസിയായി വേറെ സ്ഥലത്ത് പാർത്തപ്പോഴും കാനാൻ ദേശം ലക്ഷ്യമാക്കി പോയപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പല മുള്ളുകള്, പല വേദനകള്, പല ഞെരുക്കങ്ങള് ജീവിതത്തിൽ വന്നു. ഇതൊന്നും അവനെ അലട്ടിയില്ല. പക്ഷെ എന്താണ്, അവൻ ഒരു കാര്യം മാത്രം മുന്നോട്ട് നോക്കി. എന്താണ്? എൻ്റെ വാഗ്ദത്ത ദേശം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വേണ്ടിയിട്ട് കർത്താവ് ഒരുക്കിയിട്ടുണ്ട് ഒരു വാഗ്ദത്ത ഭൂമി, ഒരു വാഗ്ദത്ത ദേശം, മാൻഷൻസ് കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു പ്രത്യാശ നമ്മളിൽ ഏറി വരുമ്പോഴുണ്ടല്ലോ, നമുക്ക് ചിലപ്പോൾ ലോകം ഭയങ്കരമായിട്ട് വെറുപ്പായിട്ട് തോന്നും. അതാണ് വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയാണ്, വിശുദ്ധ എലിസബത്ത് രാജ്ഞി, ഹംഗറിയിലെ വിശുദ്ധ എലിസബത്ത്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഹംഗറിയിലെ വിശുദ്ധ എലിസബത്ത്, അവളുടെ ഹസ്ബൻഡ് മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ വേറൊരാള് ഭരണത്തിലേക്ക് വന്നു. അപ്പോഴെന്താണ് സംഭവിച്ചത്? ഈ രാജ്ഞിയെയും കുഞ്ഞുങ്ങളെയും അതുപോലെ 2-3 ദാസികളെയും കൂട്ടി അവരെ രാജകൊട്ടാരത്തിൽ നിന്ന് ഇറക്കി വിട്ടു. അപ്പോൾ ഈ രാജ്ഞി കുഞ്ഞുങ്ങളെയും സഖികളെയും കൂട്ടിക്കൊണ്ട് ആ തെരുവിലൂടെയൊക്കെ ഭിക്ഷ യാചിച്ചു. പക്ഷെ ആരും അവൾക്കൊന്നും കൊടുത്തില്ല. കാരണം രാജകൽപ്പനയുണ്ടായിരുന്നു ഇവൾക്കൊന്നും കൊടുക്കരുതെന്ന്. ഹല്ലേലൂയ. രാജ്ഞിയായിട്ട് ജീവിച്ചൊരു വ്യക്തി, എത്ര പ്രൗഢിയിൽ ജീവിച്ചൊരു വ്യക്തിയായിരിക്കും. പക്ഷേ ഇറക്കി വിട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇവർക്കിനി ഒന്നും കൊടുക്കരുത്. അവസാനം അവളും അവളുടെ കുഞ്ഞുങ്ങളും ദാസിയും ചെന്ന് പറ്റിയത് എവിടെയാണെന്നറിയാവോ സഹോദരങ്ങളെ? ഒരു പന്നിക്കൂട്ടിൽ അവൾ ചെന്ന് പറ്റി. ആ പന്നിക്കൂട്ടിൽ കിടന്ന് അവൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണെന്നറിയാവോ? എൻ്റെ കർത്താവായ ഈശോയെ, ദാരിദ്ര്യം എൻ്റെ ജീവിതത്തിൽ തന്നതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. നമ്മൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? ദാരിദ്ര്യം എൻ്റെ ജീവിതത്തിൽ നീ തന്നതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു കർത്താവേ എന്ന് പറഞ്ഞ് അവൾ പ്രാർത്ഥിച്ചു. എന്തുകൊണ്ട് അവൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റി പ്രിയപ്പെട്ട സഹോദരങ്ങളെ? കാരണം ആ രാജ്ഞിയായിരുന്ന രാജകൊട്ടാരത്തില് എല്ലാ സുഖങ്ങളിലും ജീവിച്ചിരുന്ന ഒരു വ്യക്തി ദാരിദ്ര്യത്തില് ഇറങ്ങി വന്നപ്പോഴും കരയാതെ ദൈവസന്നിധിയിലേക്ക് നോക്കി ഈ ദാരിദ്ര്യത്തെ ഓർത്ത് കർത്താവെ ഞാൻ നന്ദി പറയുന്നു എന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ അവൾക്ക് നിത്യതയെക്കുറിച്ച് വലിയൊരു അറിവുണ്ടായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യതയെക്കുറിച്ച് വലിയൊരറിവ് ആ മകൾക്കുണ്ടായിരുന്നു. ഈശോയെ അവൾ അവളുടെ ജീവിതത്തിൽ അനുഭവിച്ചിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയുടെ മതബോധന ഗ്രന്ഥം പഠിക്കുമ്പോൾ നമുക്ക് കാണാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തെ പറ്റി പറയുന്നത് 1023 ഖണ്ഡികയിൽ ഇപ്രകാരം സ്വർഗത്തെ പറ്റി പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുകയും പൂർണ്ണമായി, ഇവിടെ കാണിക്കുന്നുണ്ട് ബോർഡിൽ, നിങ്ങൾ എൻ്റെ കൂടെ ഒന്നിച്ച് വായിച്ചേ. ദൈവത്തിൻ്റെ ഹല്ലേലൂയ. ഇതിങ്ങനെ വെക്കണേ. വചനം ഇങ്ങനെയാണ് പറയുന്നത്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1023 പറയുവാണ്, ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുകയും പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നവർ ക്രിസ്തുവിനോട് കൂടെ എന്നേക്കും ജീവിക്കുന്നു. അവർ എന്നേക്കും ദൈവത്തെ പോലെയാണ്. എന്തെന്നാൽ അവിടുന്ന് ആയിരിക്കുന്നത് പോലെ അവിടുത്തെ മുഖാമുഖം കാണുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വി ആർ ഗോയിങ് ടു സീ ജീസസ് ഫേസ് ടു ഫേസ്. ഒരു വലതുകര ഉയർത്തിയിട്ട് ഒരു 3 ഹല്ലേലൂയ പറഞ്ഞേ. നമ്മൾ നമ്മുടെ ഈശോയെ മുഖാഭിമുഖം കാണാനായിട്ട് പോവുകയാണ്. പരിശുദ്ധ ത്രിത്വത്തോടു കൂടി നമ്മൾ വസിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ എനിക്ക് ശക്തമായിട്ട് തരണം കർത്താവേ. നിത്യതയെ പറ്റി എനിക്ക് കൂടുതൽ അറിവ് തരണം കർത്താവേ.
സ്വർഗത്തിൽ എന്താണുള്ളത് എനിക്ക് വെളിപ്പെടുത്തി തരണേ കർത്താവേ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മോൻ മരിക്കുന്നതിന് മുമ്പ് എനിക്കിങ്ങനെ വലിയ പ്രത്യാശയൊന്നും ഇല്ലായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ. സ്വർഗമുണ്ടെന്നോ ശുദ്ധീകരണ സ്ഥലമുണ്ടെന്നോ നരകമുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പ്രത്യാശയൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷേ എങ്കിൽ എൻ്റെ അപ്പുമോൻ മരിച്ചു കഴിഞ്ഞ് ഒരു ദിവസം എനിക്ക് കർത്താവിൻ്റെ വലിയൊരു എൻകൗണ്ടർ ഉണ്ടായപ്പോൾ ഞാൻ കേട്ട സ്വരം ഇതാണ്: യുവർ ചൈൽഡ് ഈസ് വിത്ത് മീ. നിന്റെ മോന് എൻ്റെ കൂടെയാണ്. പല പ്രാവശ്യം ഞാൻ ദർശനത്തിൽ കണ്ടു മാതാവിൻ്റെ കൂടെ കളിക്കുന്ന എൻ്റെ അപ്പുമോന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഞാൻ കരഞ്ഞത് എന്തിനാണ്? പുഴു തിന്ന് നശിച്ചു പോകുന്ന ശരീരത്തിന് വേണ്ടിയിട്ട് ഞാൻ കരഞ്ഞു. ആത്മാവിനെ പറ്റി ഞാൻ ചിന്തിച്ചില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യമായ ജീവിതത്തിൽ കർത്താവിൻ്റെ കൂടെ സന്തോഷിക്കുന്ന പരിശുദ്ധ മാലാഖമാരോടും പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധരോടും കൂടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മകനെ പറ്റി ഞാൻ ചിന്തിച്ചില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ പ്രത്യാശയിൽ നമ്മളായിരിക്കണം. 1024 ഖണ്ഡികയിൽ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1024 ഖണ്ഡികയിൽ എന്താണ് പറയുന്നതെന്നൊന്ന് വായിച്ചേ. പരിശുദ്ധ, ഉറക്കെ വായിക്കേ. സ്വർഗമെന്ന് വിളിക്കപ്പെടുന്നു. അത്രയൊന്ന് നിർത്തിക്കേ, ഒന്നുകൂടെ വായിച്ചേ. പരിശുദ്ധ ത്രിത്വത്തോടൊപ്പമുള്ള പൂർണ്ണമായ ഈ ജീവിതം കന്യാമറിയത്തോടും മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടുമൊപ്പമുള്ള ത്രിത്വത്തോടുള്ള ജീവന്റെയും സ്നേഹത്തിൻ്റെയും സംസർഗം സ്വർഗമെന്ന് വിളിക്കപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സ്വർഗത്തിൽ ആരൊക്കെയുണ്ട്? സ്വർഗത്തിൽ ആരൊക്കെയുണ്ട്? പരിശുദ്ധ ത്രിത്വം. പിന്നെ ആരാണ്? പൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം. അതായത് കന്യക മറിയം, മാലാഖമാര്, എല്ലാ വിശുദ്ധരും. എല്ലാ വിശുദ്ധരെന്ന് പറയുമ്പോൾ ആരാണ്? നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നമ്മുടെ പൂർവികരായി മരിച്ചു പോയിട്ട് വിശുദ്ധിയിലായിട്ട് സ്വർഗത്തിലെത്തിയിരിക്കുന്ന നമ്മുടെ പൂർവികരായ ആത്മാക്കള്. അതുമാത്രമല്ല, സഭയിൽ കാനോനൈസ് ചെയ്തിരിക്കുന്ന അനേകം വിശുദ്ധര്, അതുപോലെ എന്താണ് കളങ്കമില്ലാത്ത ഒത്തിരി കുഞ്ഞു പൈതങ്ങള്, മാലാഖമാര്, പരിശുദ്ധ മാതാവ്, എല്ലാവരുടെ കൂടിയുള്ള ഒരു ജീവിതം, ഒരു സംസർഗം. അതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വർഗം എന്ന് വിളിക്കപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ നല്ല വിശുദ്ധിയിൽ ജീവിച്ച് സ്വർഗം ലക്ഷ്യമാക്കാനായിട്ട് ശ്രമിക്കണം. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ വിശുദ്ധ ഫൗസ്റ്റീന ഇങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞു, നാവിൻ്റെ വിശുദ്ധിയെ പറ്റി അവൾ എഴുതിയതാണ്. നാവിൻ്റെ വിശുദ്ധിയെ പറ്റി അവൾ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അവൾ ഇങ്ങനെ പറയുന്നത്: നാവ് കൊണ്ട് ചെയ്ത പാപത്തെ പ്രതി വിധിയാളിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടത് വരുമ്പോൾ അതെന്നെ ഭയചകിതയാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിധിയാളിൻ്റെ മുമ്പിൽ നാം ഓരോരുത്തരും നിൽക്കേണ്ടി വരും. നാം ഓരോരുത്തരും നിൽക്കേണ്ടി വരും. ആ സമയത്ത് ഷൈജുച്ചൻ ഉണ്ടാവത്തില്ല, ശിവു ബ്രദർ ഉണ്ടാവത്തില്ല. ഞാൻ നിൽക്കുമ്പോൾ അയ്യോ എൻ്റെ സാവിച്ചേച്ച എവിടെയാ, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുക അയ്യോ എൻ്റെ മക്കളെവിടെയാ. ആരുമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മാത്രം. പക്ഷെ അവിടെ ഒരാൾ വരും നമ്മളെ സഹായിക്കാൻ. നമ്മൾക്ക് നല്ല ഡിവോഷൻ പരിശുദ്ധ മാതാവിനോടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ വരും നമ്മളെ സഹായിക്കാനായിട്ട്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ മാതാവ് നമ്മളെ സഹായിക്കാനായിട്ട് വരും. അപ്പം എപ്പോഴും നമ്മൾ ചിന്തിക്കണം, ദൈവമേ, ആ വിധിയാളിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരവസ്ഥ, വിധിയാളിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരവസ്ഥ എന്നെ എങ്ങോട്ടായിരിക്കും തള്ളുന്നത്? നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്ക് എടുക്കുവാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വചനഭാഗം ഒന്ന് നമുക്ക് വായിക്കാം. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൻ്റെ 40 തൊട്ട് 43 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് കളകളുടെ ഉപമയെ പറ്റി കർത്താവ് പറയുന്നത്. ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞു, വിവാഹ വിരുന്ന്, കളകളുടെ ഉപമ, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടാണ് ഈശോ സ്വർഗരാജ്യത്തെ പറ്റി ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ ഇതിലിങ്ങനെയാണ് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 40 തൊട്ട് 43 വരെയുള്ള വചനങ്ങൾ എല്ലാവരുടെ ചേർന്നൊന്ന് ഉറക്കെ വായിച്ചേ. കളകൾ ശേഖരിച്ച് അഗ്നിക്കിരയാക്കുന്നത് എങ്ങനെയോ അങ്ങനെ തന്നെ യുഗാന്ത്യത്തിലും സംഭവിക്കും. മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കുകയും അവർ അവൻ്റെ രാജ്യത്തു നിന്ന് എല്ലാ പാപഹേതുക്കളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ ശോഭിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് പറയുവാണ്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമുക്ക് ചെവിയുണ്ടോ?
ഡു വി ഹാവ് എ ചെവി? നമുക്ക് ചെവിയില്ലേ? കർത്താവിന്റെ വചനം ഒന്നുകൂടെ കാണിച്ചത് ആദ്യം തൊട്ട് ഒന്നുകൂടെ കാണിച്ചേ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 40 മുതൽ 43 വരെയുള്ള വചനങ്ങൾ ഇങ്ങനെ പറയുന്നത്: കളകൾ ശേഖരിച്ച് അഗ്നിക്കിരയാക്കുന്നത് എങ്ങനെയോ അങ്ങനെ തന്നെ യുഗാന്ത്യത്തിൽ സംഭവിക്കും. മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കുകയും അവർ അവൻ്റെ രാജ്യത്ത് നിന്ന് എല്ലാ പാപഹേതുക്കളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. അതായിരിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നരകം. എന്നിട്ട് പറയുവാണ്, അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗരാജ്യത്തെ പറ്റി നമ്മുടെ ഈശോ പറഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇതെല്ലാം പഠിക്കണം. ഞാൻ ഓർക്കുകയാണ്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി എന്നെ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, സിൽബി, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ പറ്റി ബൈബിളിൽ എവിടെ എഴുതിയിരിക്കുന്നത്? എൻ്റെ വർക്ക് പ്ലേസിലെ ഒരാൾ ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ എന്ന്. നിങ്ങൾ കേട്ടായിരുന്നു ഇച്ചിരി മുമ്പ് ഷൈജുച്ചൻ പറഞ്ഞത്? പിള്ളേരെ വിട്ടപ്പോഴേ ബഹുമാനപ്പെട്ട ഷൈജുച്ചൻ ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് യുകാറ്റ് എന്ന പുസ്തകം വാങ്ങിച്ചു കൊടുക്കണം. എന്തിനാണ് അച്ഛൻ പറഞ്ഞത്? അവർ സ്കൂളിലും കോളേജുകളിലൊക്കെ പോകുമ്പോൾ അവളുടെ വിശ്വാസത്തിനെതിരായിട്ടുള്ള പല കാര്യങ്ങൾ കാണുന്നു, ഇങ്ങനത്തെ പല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. ആ സമയത്ത് കുട്ടികൾക്ക് അവരോട് ഇത് പറയണമെങ്കിൽ അവർക്ക് അതിൻ്റെതായ ജ്ഞാനം വേണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ CCC ഒക്കെ നിങ്ങൾ വായിക്കണം. അപ്പോൾ ഈ സഹോദരി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എവിടെയാണ് ശുദ്ധീകരണ സ്ഥലത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്? ഹല്ലേലൂയ. ശുദ്ധീകരണ സ്ഥലം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരൊന്ന് കൈവക്കിക്കേ. ഓക്കെ, എന്നാൽ ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എന്നിട്ട് നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തെ പറ്റി നമുക്ക് ചിന്തിക്കാം. ഒരു നിമിഷം ഉറങ്ങുന്നവരൊക്കെ ഒന്ന് എഴുന്നേറ്റ്, ശക്തമായിട്ട് എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒന്ന് കർത്താവിനെ ഒരു മിനിറ്റ് ഒന്ന് സ്തുതിച്ച് ആരാധിച്ചേ. ഹല്ലേലൂയ, 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 പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഇരിക്കാം നമുക്ക്. നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തെ പറ്റി നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദൈവം പരിശുദ്ധനാണ് അല്ലേ? നമ്മൾ എന്തിനാ വിശുദ്ധിയിൽ ജീവിക്കേണ്ടത്? നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. ഹല്ലേലൂയ. നമ്മൾ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാം, നിങ്ങൾ എടുക്കണ്ട, ലെവിറ്റിക്കസ് ചാപ്റ്റർ 19 വേഴ്സസ് 1 and 2. അതിലിങ്ങനെയാണ് പറഞ്ഞത്, ദ ലോർഡ് ഹൂ സെൻഡ് യു ടു ദിസ് എർത്ത് ഈസ് ഹോളി, സോ യു ഷാൽ ബി ഹോളി. നിങ്ങളെ ഈ ഭൂമിയിലേക്ക് അയച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പൂർണ്ണമായ പരിശുദ്ധി, ഈശോയെ പോലെയുള്ള പരിശുദ്ധി ഇല്ലാതെ നമ്മൾക്ക് സ്വർഗത്തിലെത്താൻ പറ്റുമല്ല അല്ലേ? അപ്പൊ ആ പരിശുദ്ധിക്ക് മുമ്പ് ആ പരിശുദ്ധി പൂർണ്ണമായിട്ട് കിട്ടാനുള്ള വലിയൊരു സാങ്ക്ടിഫിക്കേഷൻ നടക്കുന്ന ഒരു സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഒന്ന് എടുത്തേ, വെളിപാടിൻ്റെ പുസ്തകത്തിലെ ഒരു വചനം എടുത്തേ, 21-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വചനം. വെളിപാടിൻ്റെ പുസ്തകം, ബുക്ക് ഓഫ് റെവലേഷൻസ് ചാപ്റ്റർ 21 വേഴ്സ് 27. എന്താണ് നോക്കിക്കേ, വായിച്ചേ എല്ലാവരും കൂടെ ചേർന്ന്. എന്നാൽ കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗടില്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല. കണ്ടോ വചനത്തിൽ എന്നാ എഴുതിയേക്കുന്നത്? കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. വിശുദ്ധിയില് ജീവിച്ച് നല്ല വിശുദ്ധിയുള്ളവർ മാത്രമാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഒന്നുകൂടെ വചനം ഒന്ന് കാണിക്കാം. എന്നിട്ട് പറയുകയാണ്, അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗടില്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് അഗ്നിയിലൂടെ ഒരു ശുദ്ധീകരണം കിട്ടുന്നു. ആ സ്ഥലമാണ് പർഗേറ്ററി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം. വിശുദ്ധ ഫൗസ്റ്റീന അവളുടെ സിസ്റ്ററിൻ്റെ, അതായത് അവൾ നണ്ണായി കഴിഞ്ഞിട്ട് അവൾ കർത്താവിൻ്റെ അടുത്ത് ഒരു ആലോചന ചോദിച്ചു. കർത്താവ്, ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. അപ്പോൾ കർത്താവ് അവൾക്ക് പറഞ്ഞു കൊടുത്തൊരു കാര്യം ഇതാണ്. നമ്മൾ ആ ഡയറിയിലെ പാസേജ് ഒന്ന് കാണാം. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറിയിലെ 20-ാമത്തെ പാരഗ്രാഫിൽ കർത്താവ് അവൾക്കൊരു ദർശനം കൊടുക്കുകയാണ്.
അവൾ ആർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നിങ്ങളൊന്നൊന്നിച്ച് വായിച്ചേ. അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഒന്ന് കാണിച്ചേ. ആ സ്ഥലം ഇത് കണ്ടോ, ഇത് വായിച്ചേ. എൻ്റെ കാവൽ മാലാഖയെ ഞാൻ കണ്ടു, തന്നെ അനുഗമിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു നിമിഷ നേരം കൊണ്ട് തീ നിറഞ്ഞതും പുക കൊണ്ട് മൂടിയതുമായ ഒരു സ്ഥലത്ത് ഞാൻ എത്തി. അവിടെ പീഡ അനുഭവിക്കുന്ന അനേകം ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ വളരെ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, എന്നാൽ അത് അവർക്ക് യാതൊരു പ്രയോജനവും ചെയ്തിരുന്നില്ല. ഇങ്ങോട്ട് നോക്കിക്കേ സഹോദരങ്ങളെ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കള് അവർ വേദനയോടെ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഒരു ഫലമില്ല. അപ്പൊ അതുകൊണ്ടാണ് വിശുദ്ധ പൗശനായോട് ഈശോ പറയുവാണ്, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് നീ പ്രാർത്ഥിക്കുക, അന്നേരം അനേകം ആത്മാക്കള് സ്വർഗത്തിലേക്ക് പോവും. പറഞ്ഞേ ഹല്ലേലൂയ. അതിൻ്റെ ബാക്കിയുണ്ടോ പോണി? ബാക്കിയുണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചേ. എന്നിട്ട് പറയാണ്, നമുക്ക് മാത്രമേ അവരെ സഹായിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഒന്നിച്ച് വായിച്ചേ. അവരുടെ ചുറ്റിലും എരിഞ്ഞുകൊണ്ടിരുന്ന ജ്വാലകൾ എന്നെ ഒട്ടും തന്നെ സ്പർശിച്ചില്ല. ഒരു നിമിഷത്തേക്ക് പോലും എൻ്റെ കാവൽ മാലാഖ എന്നെ വിട്ടുപിരിഞ്ഞില്ല. എന്താണ് അവരുടെ ഏറ്റവും വലിയ പീഡയെന്ന് ഞാൻ അവരോട് ചോദിച്ചു. നേരം ദൈവം പറയുവാണ്, ദൈവത്തിനായുള്ള ദാഹമാണ് അവരുടെ ഏറ്റവും വലിയ പീഡയെന്ന് അവർ ഏകസ്വരത്തിൽ എനിക്ക് മറുപടി നൽകി. എന്നിട്ട് കണ്ടേ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ മാതാവ് സന്ദർശിക്കുന്നത് ഞാൻ കണ്ടു. സമുദ്രതാരം എന്നാണ് മാതാവിനെ ആത്മാക്കൾ വിളിച്ചിരുന്നത്. അമ്മ അവർക്ക് സമാശ്വാസം നൽകുന്നു. അവരോട് കുറച്ച് സമയം കൂടി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് സഹോദരങ്ങളെ, അഗ്നിയിലൂടെ ഒരു ശുദ്ധീകരണം. അഗ്നിയിലൂടെ ഒരു ശുദ്ധീകരണം. അങ്ങനെ ആത്മാവ് പൂർണ്ണമായിട്ട് ശുദ്ധീകരിച്ച് ആ ഒരു പെർഫെക്ഷനിൽ എത്തിക്കഴിയുമ്പോഴാണ് അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല ആളുകളും ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് മരിച്ചവർക്ക് വേണ്ടിയിട്ട് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്? അതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ പ്രാവശ്യം നമ്മൾ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ഒരു ഓഫറിങ് ഇതായിരിക്കണം. കർത്താവേ, ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന ഒരു 10,000 ആത്മാക്കളെ ഞാൻ ഈ അൾത്താരയിലേക്ക് സമർപ്പിക്കുന്നു. നമ്മൾ അങ്ങനെ ബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനേകം ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലേക്ക് പോകും. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഇടയ്ക്ക് എൻ്റെ മക്കളോട് പറയുന്ന ഒരു കാര്യം ഇതാണ്, ഞാൻ മരിച്ചു പോയി കഴിയുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് 2-3 കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന്. വലിയ കബറുടെ ഒന്നും പണിയണ്ട, പക്ഷേങ്കിൽ മമ്മിക്ക് വേണ്ടിയിട്ട് കുർബാന അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ എനിക്ക് സ്വർഗത്തിലേക്ക് കയറിപ്പോവാൻ പറ്റുമായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കണ്ടേ 2 മക്കബായരുടെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 39 മുതൽ 46 വരെയുള്ള വചനങ്ങളിൽ നമുക്ക് കാണാം, യൂദാസ് മാക്കബയോസ് പണം പിരിച്ചിട്ട് ദേവാലയത്തിൽ സമർപ്പിച്ചിട്ട് മരിച്ചവർക്ക് വേണ്ടിയിട്ട് ബലി അർപ്പിക്കുന്നത് കാണാൻ പറ്റും. 2 മക്കബായർ 12-ാം അധ്യായത്തിൻ്റെ 39 മുതൽ 46 വരെയുള്ള വചനങ്ങൾ നമ്മളൊന്ന് വായിക്കാം. യുദ്ധത്തിൽ മൃതി അടഞ്ഞവരെ പിതൃകുടീരങ്ങളിൽ അടക്കം ചെയ്യുക ആവശ്യമായിരുന്നതിനാൽ യൂദാസും അനുയായികളും പിറ്റേന്ന് തന്നെ ജഡങ്ങൾ എടുത്തുകൊണ്ട് വരാൻ പുറപ്പെട്ടു. അവർ മൃതദേഹങ്ങളുടെ കുപ്പായങ്ങൾക്കിടയിൽ യാമ്നിയായിലെ വിഗ്രഹങ്ങളുടെ ചിഹ്നം ആലേഖനം ചെയ്ത തകിടുകൾ കണ്ടു. യഹൂദർക്ക് ഇത് ധരിക്കുക നിഷിദ്ധമായിരുന്നു. ഇവർ മരിക്കാൻ കാരണം അതാണെന്ന് ഏവർക്കും വ്യക്തമായി. നീതിമാനായ വിധിയാളനും നിഗൂഢമായവ വെളിപ്പെടുത്തുന്നവനുമായ കർത്താവിൻ്റെ മാർഗങ്ങളെ അവർ വാഴ്ത്തി. ഇവരുടെ ഈ പാപം തുടച്ചു മാറ്റണമെന്ന് യാചിച്ച് അവർ പ്രാർത്ഥനയിൽ മുഴുകി. പാപം നിമിത്തം മരണത്തിന് ഇരയായവർക്ക് സംഭവിച്ചത് എന്തെന്ന് ഒരിക്കൽ കണ്ട ജനത്തോട് പാപത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ വീരപുരുഷനായ യൂദാസ് ഉപദേശിച്ചു. അനന്തരം അവൻ അവരിൽ നിന്ന് 2000 ദ്രാഗ്മ വെള്ളി പിരിച്ചെടുത്ത് പാപപരിഹാര ബലിക്കായി ജെറുസലേമിലേക്ക് അയച്ചു കൊടുത്തു. പുനരുദ്ധാനം ഉണ്ടാകുമെന്ന് ഉറച്ച് യൂദാസ് ചെയ്ത ഈ പ്രവൃത്തി ശ്രേഷ്ഠവും ഉചിതവും തന്നെ. ഹല്ലേലൂയ. അത്രയും മതി സഹോദര. അനന്തരം അവൻ അവരിൽ നിന്ന്, ആ വചനം ഒന്നുകൂടെ കാണിച്ചേ. അനന്തരം അവൻ അവരിൽ നിന്ന് 2000 ദ്രാഗ്മ വെള്ളി പിരിച്ചെടുത്ത് പാപപരിഹാര ബലിക്കായി ജെറുസലേമിലേക്ക് അയച്ചു കൊടുത്തു. പുനരുത്ഥാനം ഉണ്ടാകുമെന്ന് ഉറച്ച് യൂദാസ് ചെയ്ത ഈ പ്രവൃത്തി ശ്രേഷ്ഠവും ഉചിതവും തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിച്ച്
മരിച്ചുപോയവരുടെ പാപ പരിഹാരത്തിന് വേണ്ടി ഇത്ര ദ്രാഗ്മ അവൻ പിരിച്ചെടുത്തിട്ട് ജെറുസലേമിലേക്ക് അയച്ച് ബലിയർപ്പിച്ച് മരിച്ചവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശുദ്ധീകരണ സ്ഥലം എന്നുള്ള ഒരു സ്ഥലമുണ്ട്. ആ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ എല്ലാ ദിവസവും കുർബാനയിൽ നമ്മൾ ഒരു ഓഫറിംഗ് ആയിട്ട് കാഴ്ചവെച്ച് നമ്മൾ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ വിശുദ്ധ നിക്കോളാസ് ടോളന്റീനോയുടെ അടുത്ത് ഒരു ആത്മാവ് പ്രത്യക്ഷപ്പെടുവാണ്. ആ ആത്മാവ് ഒരു ഫ്രാൻസിസ്കൻ ഫ്രയർ ആയിരുന്നു. ആത്മാവ് വന്നിട്ട് വിശുദ്ധ നിക്കോളാസിനോട് പറയുന്നത് ഇപ്രകാരമാണ്: നീ എത്രയും പെട്ടെന്ന് ഒരു ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ അനേക ആത്മാക്കൾ ഇൻക്ലൂഡിങ് മീ സ്വർഗത്തിലേക്ക് കയറിപ്പോകുമെന്ന് ഈ ഫ്രാൻസിസ്കൻ ഫ്രയർ വന്നിട്ട് പറയുവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്നേരം സെയിൻറ്റ് നിക്കോളാസ് ഓർത്തു, നാളത്തെ കുർബാന അവരുടെ കമ്മ്യൂണിറ്റി മാസമായിട്ട് ഓൾറെഡി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പം നിക്കോളാസ് ഈ ആത്മാവിനോട് പറയുന്നത് എന്താണെന്നറിയാവോ? ഈ ബലി അർപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ല. കാരണം സുപ്പീരിയർ പറഞ്ഞിരിക്കുന്നത് നാളത്തെ കുർബാന കമ്മ്യൂണിറ്റി മാസാണ്, കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കുർബാനയാണ്. അപ്പോൾ ഈ ആത്മാവ് ഒത്തിരി വേദനയോട് കൂടിയിട്ട് സെയിൻറ്റ് നിക്കോളാസിനോട് പറയുന്നതാണ്, എന്നാ നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ ഒരു സ്ഥലം ഇവൻ കാണിച്ചു കൊടുക്കുകയാണ്. ഇറ്റ്സ് ലൈക്ക് എ ഗ്രേറ്റ് സീ. ഒരു വലിയ കടൽ പോലത്തെ ഒരു സ്ഥലത്തിൽ അനേകം ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട് അനേകം ഡിനോമിനേഷൻസിലുള്ള അനേകം ആളുകൾ, ശുദ്ധീകരണാത്മാക്കള് വേദനയോടെ അഗ്നിയിൽ കിടക്കുന്ന ഒരു തടാകം ഇങ്ങനെ നിക്കോളാസ് കാണുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിക്കോളാസിന് ഒത്തിരി വിഷമമായി. നിക്കോളാസ് പ്രാർത്ഥിച്ചു. പക്ഷേങ്കിൽ ഇത് പോയിട്ട് സുപ്പീരിയർ അച്ഛനോട് പറഞ്ഞു. ആ സമയത്ത് സുപ്പീരിയർ അച്ഛൻ പറഞ്ഞു, നാളത്തെ ബലി നീ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് അർപ്പിക്കുക എന്ന് പറഞ്ഞ് പെർമിഷൻ കൊടുത്തു. എന്നിട്ട് സെയിൻറ്റ് നിക്കോളാസ് അടുത്ത ദിവസത്തെ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഫ്രാൻസിസ്കൻ ഫ്രയർ ഒരു മൾട്ടിറ്റ്യൂഡ് ഓഫ് ആളുകളുമായിട്ട് വന്നിരിക്കുകയാണ് സെയിൻറ്റ് നിക്കോളാസിനെ കാണാനായിട്ട്. നീ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ രക്ഷപ്പെട്ടു പോയ ശുദ്ധീകരണാത്മാക്കളാണ് ഈ കൂടെ വന്നിരിക്കുന്നവരെല്ലാം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കണേന് എന്തെങ്കിലും ഉണ്ടോ? പക്ഷെങ്കിൽ വർഷങ്ങളായിട്ട് ശുദ്ധീകരണ സ്ഥലത്ത് നീറുന്ന ആത്മാക്കൾ രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നവംബർ മാസത്തിൽ ഞങ്ങൾ ചെയ്യുന്ന പ്രത്യേക ഒരു ശുശ്രൂഷയാണ് സെമിത്തേരി ശുശ്രൂഷ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ പറഞ്ഞു തരാം. ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ പോവും, അല്ലെങ്കിൽ ഞാനും സാവിച്ചേച്ചി പോവും, അല്ലെങ്കിൽ ഞാൻ പല സമയത്തും മക്കളെ കൊണ്ടുപോയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സെമിത്തേരിയിൽ ഇങ്ങനെ നടന്നിട്ട് ഇവിടെ കബറടങ്ങിയിരിക്കുന്ന ആത്മാക്കളെ നിത്യജീവിതത്തിലേക്ക് അങ്ങ് കൊണ്ടുപോകണമെന്ന് വെച്ച് നമ്മൾ കരുണക്കൊന്ത ചെല്ലുന്നു. ഓരോ ടൂമ്പിൽ പോയിരുന്ന് നമ്മൾ ഇങ്ങനെ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇത് കണ്ടുപിടിച്ച എപ്പോഴാണെന്നറിയാവോ? സ്ലോവാക്യയിൽ ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ അവിടുത്തെ അച്ഛന്, അവിടുത്തെ ഇടവകയിലെ ആൾക്കാരെല്ലാം ഇങ്ങനെ ചെയ്യും. എല്ലാ ദിവസവും അവർ ആ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയിട്ട് സെമിട്രിയിൽ പോയിട്ട് ഒന്ന് പ്രാർത്ഥിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അതിലൂടെ അനേകം ആത്മാക്കൾ ആ പ്രാർത്ഥനയിലൂടെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നു. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും കാണാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. 1 കൊരിന്തോസ് 3-ാം അധ്യായത്തിൻ്റെ 11 തൊട്ട് 15 വരെയുള്ള വചനങ്ങൾ ഒന്ന് വായിക്കാം. 1 കൊരിന്തോസ് 3-ാം അധ്യായം 11 തൊട്ട് 15 വരെയുള്ള വചനങ്ങൾ. യേശുക്രിസ്തുവെന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. അതിനു പുറമെ മറ്റൊന്ന് സ്ഥാപിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാകും. കർത്താവിൻ്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും. അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. ഓരോരുത്തരുടെയും പണി ഏതു തരത്തിലുള്ളത് എന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും. ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും. ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. എങ്കിലും അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുദ്ധീകരണ സ്ഥലത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന വലിയൊരു ഭാഗമാണിത്. പൗലോസ് അപ്പോസ്തലന് ശുദ്ധീകരണ സ്ഥലത്തെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. ഒന്നുകൂടെ ആ വചനത്തിന്റെ അവസാന ഭാഗം കാണിക്കാം. എന്താണ് കാണുന്നത്? ഓരോരുത്തരുടെയും പണി പരിശോധിക്കപ്പെടും.
നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തികളും നമ്മുടെ ഓരോരുത്തരുടെയും പണികളും പരിശോധിക്കപ്പെടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്നിട്ട് പറയുവാണ്, എന്താണ് പറയുന്നത്? ആരുടെ പണി നിലനിൽക്കുന്നവോ അവൻ സമ്മാനിതനാകും. ഹാലലിയ. ഉറങ്ങുന്നവർ പറഞ്ഞേ ഹാലലിയ. ആരുടെ പണി നിലനിൽക്കുന്നവോ അവൻ സമ്മാനിതനാകും. എന്നിട്ട് പറയാണ്, ആരുടെ പണി അഗ്നിക്കിരയാകുന്നവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. എങ്കിലും അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ രക്ഷ പ്രാപിക്കും. അഗ്നിയിലൂടെ ഒരു വിശുദ്ധീകരണം നടക്കും. ഹാലലിയ. അതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശുദ്ധീകരണ സ്ഥലം. ശുദ്ധീകരണം നടക്കും, ശുദ്ധീകരണം നടക്കും. ഹാലലിയ, ഹാലലിയ. ഒന്നും കൂടി ഒരു വചനം കൂടി ഒന്ന് കാണാം. മത്തായിയുടെ സുവിശേഷത്തില് 5-ാം അധ്യായത്തിന്റെ 26-ഉം 27-ഉം വചനം ഒന്ന് വായിച്ചു നോക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 26-ഉം 27-ഉം വചനങ്ങളിൽ എന്താണ് പറയുന്നതെന്ന് നോക്കിക്കേ. അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. ഇത്ര മതി. സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. അതായത് അവിടെ നിന്ന് നീ പുറത്തു വരില്ലെന്ന്. നമ്മൾ ഐ തിങ്ക് വിശുദ്ധ തെർത്തൂലിയൻ എന്ന് പറയുന്ന ഡോക്ടർ ഓഫ് ദി ചർച്ച് പറഞ്ഞ ഒരു കാര്യം ഇതാണ് പർഗേട്ടറി, കാരാഗ്രഹം. ഹാലലിയ, ഹാലലിയ. അവിടെ ഒരു വലിയ ശുദ്ധീകരണം ഇങ്ങനെ നടക്കും. അതുപോലെ തന്നെ 1 പത്രോസ് 3:19 കൂടി ഒന്ന് നമുക്ക് കാണാം. ബന്ധനത്തിൽ കഴിയുന്ന ഒരു സ്ഥലത്തെ പറ്റി പത്രോസ് ലീഹ അവിടെ പറയുന്നുണ്ട്. 1 പത്രോസ് 3:19 ഇങ്ങനെ നോക്കിക്കേ, ഒന്ന് വായിച്ചേ. ആത്മാവോട് കൂടെ ചെന്ന് അവൻ ബന്ധനസ്ഥരായ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു. ബന്ധനസ്ഥരായ ആത്മാക്കള്, അതാണ് ബന്ധനത്തില്, അവിടെ ശുദ്ധീകരണ സ്ഥലത്തില് ഇങ്ങനെ കിടക്കുന്ന ആത്മാക്കള്. ഹാലലിയ, ഹാലലിയ. ദ ഹോൾഡിംഗ് പ്ലേസ്, ദ ഹോൾഡിംഗ് പ്ലേസ്. സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ബന്ധനത്തില് ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലം, അതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശുദ്ധീകരണ സ്ഥലം. ഹാലലിയ. 1 മിനിറ്റ് കൂടി ഒന്ന് എഴുന്നേറ്റ് നിന്നേ, കരങ്ങൾ ഉയർത്തി. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് ബലി അർപ്പിക്കണം, സഹനങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു അഭിഷേകത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് ദൈവസന്നിധിയിലേക്ക് ഒന്ന് കരങ്ങൾ ഉയർത്തിക്കേ. ഇന്നു മുതൽ നമ്മൾ എത്ര പരിശുദ്ധ ബലിക്ക് പോകുന്നുണ്ടോ ആ ബലിയിലെ ഒരു കാഴ്ചയായിരിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്താണ്? ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ബലിയർപ്പണം. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹാലലിയ, 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 ഹാലലിയ. യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് ഇരിക്കാം. നമ്മൾ നരകത്തെ പറ്റി കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഒന്ന് കണ്ടിട്ട് നമ്മൾ കുറച്ചുകൂടെ കേട്ടിട്ട് ഒരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വചനങ്ങൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21 മുതലുള്ള വചനങ്ങളൊന്ന് വായിച്ചേ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21 തൊട്ടുള്ള വചനങ്ങൾ. കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകുമെന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. ഹാലലിയ, ഹാലലിയ. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. അപ്പം നരകമുണ്ടോ? നരകമുണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഉണ്ട്. സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവന്, സഹോദരനെ വെറുക്കുന്നവന്, സഹോദരനെ കൊല്ലുന്നവന്, ഇങ്ങനെയുള്ള മക്കളെല്ലാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നരകാഗ്നിക്ക് ഇരയായി തീരേണ്ടി വരും. പറഞ്ഞേ ഹാലലിയ, ഹാലലിയ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തില് 1035-ാമത്തെ പാരഗ്രാഫില് ഇന്ന് പറയുന്ന എന്നാന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം, നമുക്കൊന്ന് കാണാം. വായിച്ചേ. നരകത്തിന്റെ, ഉറക്കെ വായിക്ക്. നരകത്തിന്റെ അസ്തിത്വത്തെയും അതിൻ്റെ നിത്യതയെയും സഭയുടെ പ്രബോധനം സ്ഥിരീകരിക്കുന്നു. മാരക പാപത്തിന്റെ അവസ്ഥയിൽ മരിക്കുന്നവരുടെ ആത്മാക്കൾ മരിച്ചാൽ ഉടനെ നരകത്തിലേക്ക് പതിക്കുന്നു. അവിടെ അവർ നിത്യാഗ്നിയായ നരകപീഡനങ്ങൾ അനുഭവിക്കും. ഹാലലിയ,
ഹാലലിയ. മാരക പാപത്തിൽ മരിക്കുന്ന ഒരു വ്യക്തി ഉടനെ തന്നെ, മരണത്തിൻ്റെ ഉടനെ തന്നെ നരകത്തിലേക്ക് തള്ളിയിടപ്പെടുന്നു. നമ്മൾ കാണുന്നുണ്ട്. 1036 കൂടി ഒന്ന് കാണിക്കാം. CCC 1036 എന്താണ് പറയുന്നതെന്നൊന്ന് വായിച്ചു നോക്കിക്കേ. തൻ്റെ നിത്യമായ ഭാഗധേയം മുന്നിൽ കണ്ടുകൊണ്ട് സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ മനുഷ്യനുള്ള ഉത്തരവാദിത്തത്തിലേക്കുള്ള ആഹ്വാനമാണ് നരകത്തെ സംബന്ധിക്കുന്ന വിശുദ്ധ ഗ്രന്ഥ പ്രസ്താവനകളും സഭാ പ്രബോധനങ്ങളും. അവ അതേസമയം മാനസാന്തരത്തിലേക്കുള്ള അടിയന്തര സ്വഭാവമുള്ള ഒരു വിളി കൂടിയാണ്. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ. ഹാലലിയ, ഹാലലിയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ ദിവസവും നമ്മൾ ഒരു പശ്ചാത്താപം ചെയ്യണം, ഒരു അനുതാപം ചെയ്യണം. രാത്രി കിടക്കാൻ പോകുമ്പോൾ നമ്മൾ എണീക്കുമെന്ന് നമുക്കറിയാവോ? ഈ ഇടയൊക്കെ എത്ര 40-42 വയസ്സുള്ള സഹോദരങ്ങൾ ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ടില്ല. അതുകൊണ്ട് വിശുദ്ധ പാദ്രേപ്പിയോ പറയുന്നു, വിശുദ്ധ പാദ്രേപ്പിയോ വിശുദ്ധ ചാവറയച്ചനൊക്കെ ക്ലിയർലി എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാ ദിവസവും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആത്മശോധന ചെയ്യണം, എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ് ചെയ്യണം. ആ രാത്രിയിൽ നമ്മൾ പാപത്തിലാണ്, മാരക പാപത്തിലാണ് മരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നരക അഗ്നിയിലേക്ക് തള്ളിയിടപ്പെടും. പറഞ്ഞേ ഹാലലിയ. അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ ആത്മശോധന ചെയ്യണം. എഴുന്നേറ്റ പ്രഭാതം മുതൽ വൈകുന്നേരം വരെ ഞാൻ എന്തൊക്കെ ചെയ്തു കർത്താവേ, എന്തൊക്കെ ചെയ്തു? വിശുദ്ധ പാദ്രേപ്പിയോ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എന്താണെന്നറിയാവോ? ഒരു കട ഉടമ അവൻ്റെ കട പൂട്ടിയിട്ട് തിരിച്ചു വരുമ്പോൾ അവൻ്റെ പൈസ എല്ലാം എടുത്തു വെച്ച് അക്കൗണ്ട്സ് എല്ലാം നോക്കിയിട്ട് ബുക്ക് കീപ്പിംഗ് ഒക്കെ ചെയ്യുന്നത് പോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളും എല്ലാ ദിവസവും പ്രഭാതം മുതൽ വൈകുന്നേരം വരെ കിടക്കാൻ പോകുന്നതിന് മുമ്പ് കർത്താവേ, ഇന്നെൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്തു? നല്ല കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ പശ്ചാത്തപിച്ച് കരയണം. പാപ സങ്കീർത്തനം ചെയ്യണം. 51-ാം സങ്കീർത്തനമൊക്കെ എടുത്ത് വായിച്ച് കർത്താവേ, ഞാൻ പാപിയാണെന്ന് ഏറ്റുപറഞ്ഞ് അനുതപിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങണം. എന്നിട്ട് നമ്മൾ മരിച്ചാലും എവിടെ പോവും? സ്വർഗത്തിൽ പോവും. ഹാലലിയ, ഹാലലിയ, ഹാലലിയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറേ ആത്മാവിൽ കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് വരണം. നമ്മൾ വചനം കേൾക്കുന്ന ആത്മനിന്ദകരാകാതെ, ആത്മവഞ്ചകരാകാതെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരും കൂടി നമ്മൾ ആവണം. ഹാലലിയ. വിശുദ്ധ ഫൗസ്തീനായെ കർത്താവ് കാണിച്ചു കൊടുത്ത ഒരു ദർശനമുണ്ട് 153-ാമത്തെ പാരഗ്രാഫിൽ. ഇത് കണ്ടാൽ നമ്മൾ ഞെട്ടും. എന്താണ് എഴുതിയേക്കുന്നതെന്നൊന്ന് വായിച്ചു നോക്കിക്കേ. ഒരു ദിവസം ഞാൻ 2 വഴികൾ ദർശിച്ചു. ഒന്ന് വീതി കൂടിയതും മണലും പൂക്കളും വിരിച്ചതും സന്തോഷവും സംഗീതവും എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളും നിറഞ്ഞതുമായ വഴി. സ്വയം ആനന്ദിച്ചും നൃത്തം വെച്ചും ജനങ്ങൾ അതിലൂടെ സഞ്ചരിച്ചു. അവർ അറിയാതെ തന്നെ അതിൻ്റെ അവസാനത്തിലെത്തി. ആ വഴിയുടെ അവസാനത്തിൻ്റെ ഒരു വലിയ ഗർത്തമുണ്ടായിരുന്നു. അത് നരകത്തിൻ്റെ ഗർത്തമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആടിപ്പാടി ലോകത്തിൻ്റെ മോഹത്തിന് ഓടിപ്പാഞ്ഞു നടന്ന് തുള്ളിച്ചാടി പാർട്ടിയും ഭയങ്കര പരിപാടിയായിട്ട് ഇങ്ങനെ അർമാദിച്ച് ആടി ആടി ലോകത്തിൻ്റെ ആസക്തിയിൽ മുഴുകി ജനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പള്ളികളോടൊരു ബന്ധമില്ല, കൂദാശകളോടൊരു സ്നേഹമില്ല, കുടുംബ പ്രാർത്ഥനയില്ല, വചനവായനയില്ല. ലോകത്തിൻ്റെ ഒഴുക്കിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ തള്ളിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. മലവെള്ളപ്പാച്ചിൽ വരുന്നില്ലേ, അതുപോലെ ഇങ്ങനെ തള്ളിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ അതിൻ്റെ അവസാനം എന്താണ്? ഒരു വലിയ ഗർത്തം, ഒരു വലിയ ഗർത്തം. അതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നരകം. ഇനി അടുത്ത വഴി കാണിക്കാം, നോക്കിക്കേ, വായിച്ചേ. അന്ധമായി നടന്ന് ആത്മാവ് അതിൽ പതിച്ചു. പിന്നെ കണ്ടേ, എണ്ണാൻ പറ്റാത്ത വിധം അവരുടെ സംഖ്യ വലുതായിരുന്നു. നരകത്തിൽ പതിച്ച ആത്മാക്കളുടെ സംഖ്യ വലുതായിരുന്നു. അടുത്തത് കണ്ടോ, മറ്റൊരു വഴി ഞാൻ കണ്ടു. അത് ഇടുങ്ങിയതും കല്ലും മുള്ളും നിറഞ്ഞതുമായ ഒരു പാതയായിരുന്നു. അതിലൂടെ സഞ്ചരിക്കുന്നവരുടെ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. എല്ലാ തരത്തിലുമുള്ള സഹനങ്ങൾക്കും അവർ ഇരയായി തീർന്നിരുന്നു. ചിലർ കല്ലിൽ തട്ടി വീണുകൊണ്ടിരുന്നു, എന്നാൽ പെട്ടെന്ന് എഴുന്നേറ്റ് വീണ്ടും നടന്നുകൊണ്ടേയിരുന്നു. ആ പാതയുടെ അവസാനം അതിമഹത്തായതും എല്ലാ തരത്തിലുള്ള ആനന്ദം നിറഞ്ഞതുമായ ഒരു ഉദ്യാനമായിരുന്നു. ഈ ആത്മാക്കളെല്ലാം അതിൽ പ്രവേശിച്ചു. ആ നിമിഷം തന്നെ അവർ തങ്ങളുടെ സഹനങ്ങളെല്ലാം മറന്നുപോയി. എത്ര ബ്യൂട്ടിഫുൾ ആ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
എത്ര ബ്യൂട്ടിഫുള്ളാന്ന് നോക്കിക്കേ. അതുകൊണ്ട് പറയുകയാണ് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കങ്ങളാണോ, വേദനകളാണോ, അടിക്കടി രോഗങ്ങളാണോ, എന്തോരം പ്രാർത്ഥിച്ചിട്ടും ബന്ധനങ്ങളൊന്നും മാറുന്നില്ല, എന്തോരം പ്രാർത്ഥിച്ചിട്ട് ഞെരുക്കങ്ങൾ മാത്രമാണ് എൻ്റെ ജീവിതത്തിലുള്ളൂ. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേദനിക്കേണ്ട. കാരണം നമുക്ക് വേണ്ടിയിട്ട് സ്വർഗം കർത്താവ് വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. രണ്ടാമത്തെ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കണം. കല്ലും മുള്ളും നിറഞ്ഞ് തട്ടി വീഴുന്നു, വീണ്ടും എഴുന്നേൽക്കുന്നു. വേദനകൾ മാത്രം, വേറെ ഒന്നുമില്ല. പക്ഷെങ്കിൽ അതിൻ്റെ അവസാനം നമ്മൾ ചെന്നുപെടുന്ന ഒരു സ്ഥലമാണ് സ്വർഗം. അവിടെ ചെന്ന് കയറുന്നതേ സകലം തീർന്നു. പിന്നെ വലിയൊരു ആത്മീയമായിട്ടുള്ള സന്തോഷത്തിലേക്ക് നമ്മൾ നിറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കൊതിക്കണം. എല്ലാ ദിവസവും നമ്മൾ ഇതിനു വേണ്ടിയിട്ട് കൊതിക്കണം. 1 പത്രോസ് 4-ാം അധ്യായത്തിൻ്റെ 12 തൊട്ട് 14 വരെയുള്ള വചനങ്ങൾ. 1 പത്രോസ് 4-ാം അധ്യായം 12 തൊട്ട് 14 വരെയുള്ള വചനങ്ങളൊന്ന് എടുക്കാം. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളെ പരീക്ഷിക്കാനായിട്ട് അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ എന്തോ സംഭവിച്ചതെന്നുപോലെ നിങ്ങൾ ഭ്രമിക്കരുത്. കർത്താവ് അറിയാതെ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ തലമുടിയുടെ ഒരു നാരിഴ താഴെ പോകുന്നത് വരെ അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അഗ്നി പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എന്തോ സംഭവിച്ചെന്നതുപോലെ നമ്മൾ ഇങ്ങനെ ആയി പോകരുത്, തളർന്നു പോകരുത്. പക്ഷെ അതിന് പകരം എന്താണ് ചെയ്യേണ്ടത്? മുട്ടുകുത്തണം ദൈവസന്നിധിയിൽ, കുരിശിലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിക്കണം. അവിടെ നിന്ന് നമുക്ക് രക്ഷയുണ്ട്, കുരിശിൽ നമുക്ക് രക്ഷയുണ്ട്. ആ ഒരു ബോധ്യത്തിൽ നമ്മൾ ഇരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന വലിയൊരു മഹത്വമുണ്ട്. ഹല്ലേലൂയ. അതിനു വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. കർത്താവെ, ഇങ്ങനെ പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും. വിശുദ്ധർ പ്രാർത്ഥിച്ചതുപോലെ ചുമ്മാ കർത്താവെ എനിക്കൊരു ജോലി തരണേ, എനിക്കൊരു വീട് തരണേ, അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. ഇങ്ങനെ പ്രാർത്ഥിക്കണം: കർത്താവെ, സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ എനിക്ക് തരണം, നിത്യതയെ പറ്റിയുള്ള വലിയ അറിവ് എനിക്ക് തരണം കർത്താവെ. എൻ്റെ ഈ ലോക ജീവിതം ക്ഷണികമാണെന്ന് ഞാൻ അറിയുന്നു കർത്താവെ. പക്ഷെ എൻ്റെ ജീവിതം കഴിഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന് ഞാൻ കയറിപ്പോകേണ്ട ഒരു സ്ഥലമുണ്ട്, സ്വർഗം. അതിനെക്കുറിച്ചുള്ള പ്രത്യാശ എനിക്ക് പ്രത്യേകം തരണമെന്ന് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഇപ്പോൾ നമ്മൾ കേട്ട വചനത്തിൻ്റെ എല്ലാം വെളിച്ചത്തിൽ നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിൻ്റെ വലിയൊരു അഭിഷേകം ഞങ്ങൾക്ക് വേണം കർത്താവെ. സ്വർഗത്തെ പറ്റിയുള്ള വലിയ പ്രത്യാശ ഞങ്ങൾക്ക് വേണം. വിശ്വാസത്തിലുള്ള ആ ബന്ധനങ്ങളൊക്കെ മാറണം, അവിശ്വാസം എല്ലാം പരിഹരിക്കപ്പെടണം. എന്നിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്: സ്വർഗത്തിൻ്റെ ശക്തമായിട്ടുള്ള ഒരു പ്രത്യാശ എനിക്ക് തരണം കർത്താവെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റോമാക്കാരുടെ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഇപ്രകാരമല്ലേ കാണുന്നത്? എന്താണ്? നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ വെറും നിസ്സാരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കൊരിന്തോസ് 15-19 പറയുവാണ്: ഈ ജീവിതത്തിൽ നിങ്ങൾ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം പ്രത്യാശ വച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നിർഭാഗ്യരാണ്. ഹല്ലേലൂയ. ഈ ലോകത്ത് നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും മായയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും മായയാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഈ ശരീരം നശിക്കും, പക്ഷെങ്കിൽ ഈ കൂടാരത്തിൽ നിന്ന്, ഈ ശരീരമാകുന്ന ഈ കൂടാരത്തിൽ നിന്ന് എൻ്റെ ആത്മാവ് വേർപെടുമ്പോൾ എനിക്കൊരു സ്വർഗീയ ഭവനം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അതിലാണ് എൻ്റെ പ്രത്യാശ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ പ്രത്യാശിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. സ്വർഗത്തിൻ്റെ വലിയൊരു അഭിഷേകം എനിക്ക് വേണം, നിത്യതയെക്കുറിച്ചുള്ള വലിയൊരു അറിവ് എനിക്ക് തരണം കർത്താവെ. എൻ്റെ ആത്മീയ ജീവിതത്തിൽ, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ എനിക്ക് വലിയൊരു ഉന്നതി വേണം കർത്താവെ. കൂടുതൽ പ്രാർത്ഥിക്കാൻ, കൂടുതൽ സഹനമെടുക്കാൻ, കൂടുതൽ വചനം വായിക്കാനുള്ള കൃപ, അഭിഷേകം, അതിനു വേണ്ടിയിട്ട് ആഗ്രഹിച്ച് ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്താം. 2 കരങ്ങളും നന്നായിട്ട് ഉയർത്തിക്കേ. ഇപ്പോൾ കേട്ട വചനത്തിന്റെ ശക്തിയിൽ വലിയൊരു അഭിഷേകത്തിന് വേണ്ടിയിട്ട്, നിത്യജീവനുള്ള വലിയൊരു പ്രത്യാശ നമുക്ക് വേണം. നമ്മൾക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 17:3 വചനം പറയുകയാണ്: ഏകസത്യ ദൈവമായ അവിടത്തെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വലിയ അറിവ് എനിക്ക് തരണം കർത്താവെ. ആഗ്രഹിച്ച്
സ്വരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പോരാ പോരാ, ശക്തിയോടെ സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നെഞ്ചോട് ചേർത്ത് വെച്ചേ, കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. എത്തിടുമ്പോ സ്വർഗ്ഗത്തിലെ കർത്താവിനെ മുഖാഭിമുഖം കാണുന്നു. നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. സ്വർഗീയ ശരീരങ്ങൾ ധരിക്കാനുള്ള വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രാർത്ഥിച്ചേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ വിണ്മയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടും. വിണ്മയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. സഹോദരങ്ങളെ, പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാരുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഭൗതിക ശരീരം പോലെ സ്വർഗീയ ശരീരങ്ങളുമുണ്ട്. ആ സ്വർഗീയ ശരീരങ്ങൾ ധരിക്കാനുള്ള ഒരു വെമ്പലാണ് പൗലോസ് അപ്പോസ്തലന്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. നമുക്കും ഇതുപോലൊരു വെമ്പല് വേണം. സ്വർഗത്തിൽ പോയി സ്വർഗീയ ശരീരങ്ങൾ ധരിക്കണം. ആ സമയം കുരുടര്, മുടന്തര്, ബന്ധനത്തിൽ കഴിയുന്ന എല്ലാം മാറി നമ്മൾ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുന്നു. പാടി പ്രാർത്ഥിക്കുന്നു. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമരും മുടന്തരും കുതിച്ചുയരും. വിശ്വാസത്തിൽ കണ്ടേ കാഴ്ചയും ചെകിടനു കേൾവിയും ഊമരും മുടന്തരും കുതിച്ചുയരും. വിണ്മയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടും. വലിയ പ്രത്യാശയോടെ പാടിക്കേ. വിണ്മയമാകും ശരീരം, വിണ്മയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. നമ്മൾ ഈശോയെ മുഖാഭിമുഖം അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ വിണ്മയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. വിണ്മയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ.
മൃതമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പിക്കേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നു മുതൽ എന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം. സ്വർഗത്തിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു ജീവിതം. ലോകത്തിലേക്ക് ഞാൻ ഒഴുകാതെ സ്വർഗം, എനിക്ക് സ്വർഗത്തിലെ ട്രഷേഴ്സ് വേണം, എനിക്ക് സ്വർഗത്തിലെ സമ്പാദ്യം വേണം, എനിക്ക് നിത്യതയെ പറ്റിയുള്ള അറിവ് വേണം. ഒരു തീരുമാനമെടുക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം, എൻ്റെ സ്വർഗത്തിലെ അപ്പനെ കാണാനുള്ള വലിയൊരു ആഗ്രഹം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചോദിച്ച് പ്രാർത്ഥിച്ച് വചനം വായിക്കണം, പ്രാർത്ഥിക്കണം, കൂദാശകളിലെ പങ്കെടുക്കണം. അങ്ങനെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വലിയൊരു ഉണർവ് എനിക്ക് വേണം കർത്താവേ. നിത്യജീവന്റെ വലിയൊരു പ്രത്യാശ എനിക്ക് തരണമേ എന്ന് ആഗ്രഹിച്ച് നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ചേ. ഒരു പുതിയ സൃഷ്ടിയാക്കി കർത്താവേ എന്നെ മാറ്റണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ ചേർത്ത് വെക്കാം. ഈശോയുടെ രണ്ടാം വരവിന് വേണ്ടിയിട്ട് നമ്മെ ഒരുക്കുന്നത് പരിശുദ്ധ മാതാവാണ്. ആ മാതാവ് നമ്മളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ ചേർത്ത് വെച്ച് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ ചേർന്ന്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.